ഇപ്പോൾ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഓട്ടോ ഡ്രൈവർമാരും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നതാണ് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നത്. പോലീസ് ഇടപെട്ട് ആളുകളെ മാറ്റുന്നുണ്ട്. ലിഷോയ് വിവരങ്ങളുമായിട്ടുള്ള ലിഷോ, ഇപ്പോൾ CPM പ്രവർത്തകരെ വീണ്ടും സംഘർഷം. ഋഷോയ്, എന്താണ് പ്രശ്നം? CPM പ്രവർത്തകരുമായിട്ടാണ് പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. അതിനിടയിൽ ഒരാൾ എന്തോ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തോന്നി. എന്താണ്? അതായത് ഇത് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ഈ ബാരിക്കേഡുകളാണ്. ഇതിലൂടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ്സുകൾ നേരെ റോഡിലേക്ക് കടക്കുമ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചത്. മാത്രമല്ല ഇതോടുകൂടി ബസ്സുകൾ തൊട്ടടുത്തുള്ള ശക്തൻ പ്രതിമയ്ക്ക് അടുത്തുകൂടെ ചുറ്റിലും അത് കടന്നു വേണം ഇങ്ങോട്ടേക്ക് പിന്നീട് ശക്തൻ ബസ് സ്റ്റാൻഡിനകത്തേക്ക് എത്താനായി. ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും ഒക്കെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി, അതായത് ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണസമിതി ആ ബാരിക്കേഡുകൾ എടുത്ത് മാറ്റിയപ്പോൾ CPM-ന്റെയും LDF-ന്റെയും കൗൺസിലർമാർ എത്തി ആ ബാരിക്കേഡുകൾ വീണ്ടും അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരുമായും ഇവിടുത്തെ മറ്റ് ഡ്രൈവർമാരുമായും CPM കൗൺസിലർമാർ ഒരു വാക്കേറ്റമുണ്ടായി. ആ വാക്കേറ്റം പിന്നീട് അതിനിടയിലാണ് ഒരു വ്യക്തി വന്ന് ഈ കൗൺസിലർമാരെയും അതുപോലെ തന്നെ CPM പ്രവർത്തകരെയും തള്ളുകയും തുടർന്നുള്ള ഈ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് ഉടനടി തന്നെ ഇടപെടുകയും ചെയ്തു. പോലീസ് ഇടപെട്ടിപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു നിലവിൽ സംഘർഷാവസ്ഥ ഒക്കെ തന്നെ കഴിഞ്ഞു. നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ കൗൺസിലർമാരും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പിരിഞ്ഞു പോയിട്ടില്ല. ഈ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഈ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. കാരണം ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന തരത്തിൽ ബാരിക്കേഡുകൾ എടുത്ത് മാറ്റിയതാണ് ഒരു പ്രതിഷേധത്തിന് കാരണമായത്. എന്തായാലും ആ പ്രതിഷേധം ഇവിടെ നടക്കുന്നതിനിടയിലാണ് ഓട്ടോ ഡ്രൈവർമാരുമായും മറ്റ് ബസ് ഡ്രൈവർമാരുമായും എല്ലാം തന്നെ CPM പ്രവർത്തകരും അതുപോലെ തന്നെ LDF-ന്റെ കൗൺസിലർമാരും ഈ കൃത്യമായ ഒരു പഠനം നടത്തിയായിരുന്നു. പിന്നീട് അത് മാറ്റാനുള്ള തീരുമാനം. ഇപ്പോൾ കൗൺസിലർമാർ വിചാരിച്ച് റോട്ടിൽ കൊണ്ടുപോയി ബാരിക്കേഡ് വെക്കരുതല്ലോ. അതിനെന്തെങ്കിലും ഒരു നിയമപരമായ ഒരു സംവിധാനം വേണമല്ലോ. അവരാണല്ലോ അത് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഈ ഓട്ടോ ഡ്രൈവർമാരും ബസ്സുകാരും ഒക്കെ ഈ ബാരിക്കേഡിനെതിരാണോ? അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത്? ഇത് ശരിക്കും ബാരിക്കേഡ് വയ്ക്കുന്നതാണോ വയ്ക്കാതിരിക്കുന്നതാണോ അവിടുത്തെ സാഹചര്യത്തിൽ ഗുണകരം? ദിവിഷ്, ഇതിലൂടെയുള്ളൊരു സ്ഥിരം യാത്രക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇവിടെ ബാരിക്കേഡുകൾ വെക്കുന്നതിന് മുൻപ് ഈ ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നിയന്ത്രണവും ഇല്ലാതെ നേരെ റോഡിലേക്ക് കടക്കുകയും നമ്മൾ എതിരെയൊക്കെ വാഹനം വരുമ്പോൾ ആ വാഹനത്തിന് ഒരു തരത്തിലുള്ള കൂസലും ഇല്ലാതെ അവർ എതിർ ദിശയിലെ റോഡിലേക്ക് കടക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. അത്രത്തോളം ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. ടൂ വീലറിലൊന്നും തന്നെ ഇതിലൂടെ നടക്കാൻ പോലും ഈ ടൂ വീലറിലൊന്നും തന്നെ ഇതിലൂടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതോടുകൂടി ഇവിടുത്തെ അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല വാഹനങ്ങളൊക്കെ തന്നെ ഈ പെട്ടെന്നുള്ള ഒരു യു ടേൺ
അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി യു ടേൺ എടുക്കേണ്ട സ്ഥലത്ത്, അതായത് ഒന്ന് ആകാശപാലത്തിന് താഴെയുള്ള മാതൃഭൂമി റൗണ്ടിലും അത് രണ്ട് ശക്തൻ പ്രതിമയുള്ള ആ റൗണ്ടിലുമാണ് ഈ യു ടേൺ എടുക്കേണ്ടത്. ആ യു ടേണിലൂടെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്, ഈ സ്റ്റാൻഡിലേക്കൊക്കെ തന്നെ വരുന്നത്. ഈ ബാരിക്കേഡുകൾ മാറ്റുന്നതോടുകൂടി വീണ്ടും പഴയപടി അപകടാവസ്ഥ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായപ്പോഴാണ് LDFന്റെ കൗൺസിലർമാർ ഇവിടെ വിഷയത്തിൽ ഇടപെട്ടത്. അല്ല, ഇപ്പൊ സ്ഥിതി എങ്ങനെയാണ്? പോലീസ് ഇടപെട്ട് തണുപ്പിച്ചോ? ബാരിക്കേഡ് അവിടെ ഉണ്ടാകുമോ? ഇനി ഇവർ മാറുമ്പോൾ വീണ്ടും ബാരിക്കേഡ് എടുത്ത് ആരെങ്കിലും മാറ്റുമോ? വീണ്ടും വിഷയം ഉണ്ടാവും? നിലവിൽ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ബാരിക്കേഡുകൾ ഇപ്പോൾ അവര് ഈ LDFന്റെ കൗൺസിലർമാർ അത് കെട്ടിവെച്ച ശേഷം അവരിവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ എന്തായിരിക്കും അതിലൊരു നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൗൺസിലർമാർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് വീണ്ടും കോർപ്പറേഷൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ അതിനെതിരെ ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ ഒരു വിഷയം ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഒരു പ്രതിഷേധമായി ഉണ്ടാകാനാണ് സാധ്യത.